ഹായ് ഓൾ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 20 സൈക്കോളജി PYQs ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ പെടാത്തതേത്? പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ പെടാത്തതേത്? ഓപ്ഷൻ എ വിദ്യാഭ്യാസ മനഃശാസ്ത്രം, ഓപ്ഷൻ ബി അപസാമാന്യ മനഃശാസ്ത്രം, ഓപ്ഷൻ സി ചികിത്സാ മനഃശാസ്ത്രം, ഓപ്ഷൻ ഡി കുറ്റകൃത്യ മനഃശാസ്ത്രം. ഇതിൽ പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ പെടാത്തത് ഓപ്ഷൻ ബി അപസാമാന്യ മനഃശാസ്ത്രം അല്ലെങ്കിൽ അബ്നോർമൽ സൈക്കോളജി. അടുത്ത ക്വസ്റ്റ്യൻ, 4 50 പൈസ ചേർന്നാൽ 2 രൂപയാകും എങ്കിൽ 2 രൂപയിൽ എത്ര 50 പൈസ ഉണ്ടെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പ്രയാസപ്പെടുന്ന കുട്ടി പിയാഷെയുടെ പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിൽ ഏതു പരിമിതിയിലാണ് ഉള്ളത്? ഓപ്ഷൻ എ പ്രത്യാവർത്തന ചിന്ത, ഓപ്ഷൻ ബി കൺസർവേഷൻ, ഓപ്ഷൻ സി പ്രതീകാത്മക ചിന്തനം, ഓപ്ഷൻ ഡി സചേതന ചിന്ത. ഇതിൽ പ്രത്യാവർത്തന ചിന്ത ഈ ഒരു ഘട്ടത്തിലാണ് കുട്ടി ഉള്ളത്. കുട്ടിക്ക് പ്രത്യാവർത്തന ചിന്ത ആയിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തവയിൽ അഭിക്ഷമത ആപ്റ്റിറ്റ്യൂഡ് പരിശോധിക്കുന്നതിനുള്ള ശോധകം ഏത്? ഓപ്ഷൻ എ റോഷ-മഷിയൊപ്പുകൾ, ഓപ്ഷൻ ബി തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ഓപ്ഷൻ സി പദാനുബന്ധ പരീക്ഷ, ഓപ്ഷൻ ഡി വിരൽ വേഗത പരീക്ഷ. ഇതിൽ ആപ്റ്റിറ്റ്യൂഡ് പരിശോധിക്കുന്നതിനുള്ള ശോധകം ടെസ്റ്റാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ഡി വിരൽ വേഗത പരീക്ഷ. അടുത്ത ക്വസ്റ്റ്യൻ, സർഗാത്മകതയ്ക്ക് 4 ഘടകങ്ങൾ ഉണ്ടെന്ന് ടോറൻസ് അഭിപ്രായപ്പെടുന്നു. താഴെ പറയുന്നവയിൽ അവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. സർഗാത്മകതയുടെ 4 ഘടകങ്ങളാണ് ഒഴുക്ക്, വഴക്കം, മൗലികത, വിപുലനം. ഓപ്ഷൻ സി ഒഴുക്ക്, വഴക്കം, മൗലികത, വിപുലനം. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ യാഥാർത്ഥ്യ തത്വം, റിയാലിറ്റി പ്രിൻസിപ്പിൾ, സന്മാർഗ തത്വം അതായത് മൊറാലിറ്റി പ്രിൻസിപ്പിൾ എന്നിവ വ്യക്തിത്വത്തിൻ്റെ ഏതൊക്കെ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവയാണ്? അപ്പം യാഥാർത്ഥ്യ തത്വം, സന്മാർഗ തത്വം ഇത് രണ്ടും ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഓപ്ഷൻ എ ഇത് ഈഗോ, ഓപ്ഷൻ ബി ഈഗോ ലിബിഡോ, ഓപ്ഷൻ സി ഈഗോ സൂപ്പർ ഈഗോ, ഓപ്ഷൻ ഡി ഇത് ലിബിഡോ. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഈഗോ സൂപ്പർ ഈഗോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന കൗൺസിലിംഗ് രീതികളിൽ സ്ഥാപകനും മേഖലകളും തമ്മിലുള്ള ശരിയായ ബന്ധം ഏത്? ഓപ്ഷൻ എ സൈക്കോ അനാലിസിസ്, അഡ്ലർ, ഓപ്ഷൻ ബി അനലിറ്റിക്കൽ തെറാപ്പി, കാൾ റോജേഴ്സ്, ഓപ്ഷൻ സി പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പി, കാൾ യുങ്, കോഗ്നിറ്റീവ് തെറാപ്പി, ആറോൺ ബെക്ക്. അപ്പോൾ ഇതിൽ സ്ഥാപകനും മേഖലകളും തമ്മിലുള്ള ശരിയായ ബന്ധം എന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ ഡി ആണ്, കോഗ്നിറ്റീവ് തെറാപ്പി, ആറോൺ ബെക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ സിഗ്മണ്ട് ഫ്രോയിഡ്, ഓപ്ഷൻ ബി വില്യം വൂണ്ട്, ഓപ്ഷൻ സി വില്യം ജെയിംസ്, ഓപ്ഷൻ ഡി ഇവാൻ പാവ്ലോവ്. ഇതിൽ മനഃശാസ്ത്രത്തിൻ്റെ പിതാവാണ് ഓപ്ഷൻ ബി വില്യം വൂണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, അഭിപ്രേരണയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? അഭിപ്രേരണയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ പരാജയഭീതി, ഓപ്ഷൻ ബി മത്സരം, ഓപ്ഷൻ സി അഭിരുചി, ഓപ്ഷൻ ഡി ഇവയെല്ലാം. അപ്പോൾ ഇതിൽ അഭിപ്രേരണയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് പരാജയഭീതി, മത്സരം, അഭിരുചി. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ, അമ്മയെ എനിക്ക് ഇഷ്ടമാണ്, അമ്മയാണ് ദൈവം, അമ്മ എനിക്ക് പാലു തരും തുടങ്ങിയവ പ്രയോഗങ്ങളിലൂടെ അമ്മ എന്ന ആശയം കുട്ടികളിൽ എത്തിക്കുന്നത് ഏതു രീതിയിലാണ്? ഓപ്ഷൻ എ ആവർത്തനം, ഓപ്ഷൻ ബി ഓർമ്മ, ഓപ്ഷൻ സി ചാക്രികാരോഹണം, ഓപ്ഷൻ ഡി സഹവർത്തിതം. ഇതിൽ അമ്മ എന്ന ആശയം കുട്ടികളിലേക്ക് എത്തിക്കുകയാണ് പല സെൻറ്റൻസിലൂടെ അമ്മ എന്നുള്ളത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട്. അപ്പം ഈ രീതിക്കാണ് ചാക്രികാരോഹണം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ചാക്രികാരോഹണം. അടുത്ത ക്വസ്റ്റ്യൻ, എറിക്സണിൻ്റെ അഭിപ്രായത്തിൽ ആദ്യ ബാല്യകാലം മാനസിക സാമൂഹിക സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിലാണ്? ആദ്യ ബാല്യകാലം.
ഓപ്ഷൻ എ സ്വാശ്രയത്വം സംശയം, ഓപ്ഷൻ ബി അധ്വാനം അപകർഷത, ഓപ്ഷൻ സി മുൻകൈയെടുക്കൽ കുറ്റബോധം, ഓപ്ഷൻ ഡി വിശ്വാസം അവിശ്വാസം. ഇപ്പോൾ ഇവിടെ ആദ്യ ബാല്യകാലം എന്ന് പറഞ്ഞാൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണ്. അപ്പോൾ അതിൽ വരുന്നത് ഓപ്ഷൻ സി മുൻകൈയെടുക്കൽ കുറ്റബോധം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വ്യക്താന്തര ബുദ്ധിയിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ തന്നെക്കുറിച്ചുള്ള ബോധം, ഓപ്ഷൻ ബി മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കൽ, ഓപ്ഷൻ സി അന്യരുടെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കൽ, ഓപ്ഷൻ ഡി സമൂഹ നന്മയ്ക്കു വേണ്ടി ജീവിക്കൽ. അപ്പോൾ ഇതിൽ വ്യക്താന്തര ബുദ്ധിയിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ തന്നെക്കുറിച്ചുള്ള ബോധം എന്നുള്ളതാണ്. അത് വ്യക്താന്തരമല്ല, അന്തർവൈയക്തികമാണ് അല്ലേ. മറ്റുള്ളതൊക്കെ വ്യക്താന്തര ബുദ്ധിയിൽ പെടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഏത്? ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഓപ്ഷൻ എ ശാരീരിക ആവശ്യങ്ങൾ, ഓപ്ഷൻ ബി സുരക്ഷിതത്വം, ഓപ്ഷൻ സി സ്നേഹം, ഓപ്ഷൻ ഡി സ്വത്വാവിഷ്കാരം. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഡി സ്വത്വാവിഷ്കാരമാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഓരോ വ്യക്തിയെയും വേർതിരിക്കുന്ന സവിശേഷമായ ഘടകങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സവിശേഷകം ട്രെയ്റ്റിന് ആൽപോർട്ട് നൽകുന്ന പേര് എന്ത്? ഓപ്ഷൻ എ കേന്ദ്ര സവിശേഷതകൾ അഥവാ സെൻട്രൽ ട്രെയ്റ്റ്സ്, ഓപ്ഷൻ ബി മുഖ്യ സവിശേഷതകൾ കാർഡിനൽ ട്രെയ്റ്റ്സ്, ഓപ്ഷൻ സി ദ്വിതീയ സവിശേഷതകൾ അഥവാ സെക്കൻഡറി ട്രെയ്റ്റ്സ്, ഓപ്ഷൻ ഡി ബാഹ്യ സവിശേഷതകൾ സർഫസ് ട്രെയ്റ്റ്സ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ട്രെയ്റ്റിന് ആൽപോർട്ട് നൽകുന്ന പേരാണ് ഓപ്ഷൻ ബി മുഖ്യ സവിശേഷതകൾ അല്ലെങ്കിൽ കാർഡിനൽ ട്രെയ്റ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഓരോ ഉദാഹരണങ്ങളും ഏതെല്ലാം പഠന സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്? ശരിയായ ക്രമം കണ്ടെത്തി എഴുതുക. ഉദാഹരണങ്ങൾ നോക്കാം. ബെല്ലടിക്കുമ്പോൾ വിശപ്പു തോന്നുന്നത്, അച്ഛൻ കുട്ടിയോട് പെട്ടി തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും പല പ്രാവശ്യം തിരിച്ചപ്പോൾ പെട്ടി തുറന്നത്, പരീക്ഷയിൽ ജയിച്ചാൽ സമ്മാനം ലഭിക്കുന്നത്, സിനിമാ നടന്മാരെ അതുപോലെ അനുകരിക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് എ നോക്കാം. ചോദക പ്രതികരണം, ശ്രമപരാജയം, ധനപ്രബലനം, നിരീക്ഷണ പഠന സിദ്ധാന്തം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തിട്ടാണ് 4 ഓപ്ഷനിലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓർഡറിലാണ് നമ്മൾ എഴുതേണ്ടത്. സോ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തേത് ബെല്ലടിക്കുമ്പോൾ വിശപ്പ് തോന്നുന്നത്, അത് ചോദക പ്രതികരണമാണ്. അടുത്തത് അച്ഛൻ കുട്ടിയോട് പെട്ടി തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും പല പ്രാവശ്യം തിരിച്ചപ്പോൾ പെട്ടി തുറന്നത്, അത് ശ്രമപരാജയമാണ്. അടുത്തത് പരീക്ഷയിൽ ജയിച്ചാൽ സമ്മാനം ലഭിക്കുന്നത്, അത് ധനപ്രബലനമാണ്. ലാസ്റ്റ് വൺ സിനിമാ നടന്മാരെ അതുപോലെ അനുകരിക്കുന്നത്, അത് നിരീക്ഷണ പഠന സിദ്ധാന്തം. അപ്പം അങ്ങനെ ഓർഡറിൽ നോക്കുമ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പഠന ശൈലിയിൽ ലേണിംഗ് സ്റ്റൈലിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ കണ്ടു പഠിക്കൽ, ഓപ്ഷൻ ബി ഉരുവിട്ടു പഠിക്കൽ, ഓപ്ഷൻ സി കേട്ടു പഠിക്കൽ, ഓപ്ഷൻ ഡി ചെയ്തു പഠിക്കൽ. അപ്പോൾ ഇതിൽ പെടാത്തത്, ലേണിംഗ് സ്റ്റൈലിൽ പെടാത്തത് ഓപ്ഷൻ ബി ഉരുവിട്ട് പഠിക്കലാണ്. ഉരുവിട്ട് പഠിക്കുക എന്നുള്ള ഒരു ശൈലി പുതിയ ശൈലിയിൽ പെടാത്തതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടീച്ചർ ചിത്രങ്ങൾ, സീഡികൾ എന്നിവ ഉപയോഗിച്ച് ക്ലാസ് ആരംഭിച്ച് വ്യക്തിഗതമായും സംഘപ്രവർത്തനം നൽകിയും ക്രോഡീകരണം നടത്തുന്നു. ഇത്തരമൊരു ക്ലാസ്സിൽ ഏതൊക്കെ വിദ്യാഭ്യാസ മനഃശാസ്ത്ര തത്വങ്ങളുടെ പ്രയോഗം കണ്ടെത്താൻ സാധിക്കും? ഇതിൽ ആൻസർ വരുന്നത് പ്രശ്നോന്നത സമീപനം, വിമർശനാത്മക ബോധനം, സാമൂഹ്യ ജ്ഞാനനിർമ്മിതി. ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രശ്നോന്നത സമീപനം, വിമർശനാത്മക ബോധനം, സാമൂഹ്യ ജ്ഞാനനിർമ്മിതി. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രൂണറുടെ വൈജ്ഞാനിക വികാസഘട്ടങ്ങളുടെ ക്രമം കണ്ടെത്തുക. ബ്രൂണറുടെ വൈജ്ഞാനിക വികാസഘട്ടങ്ങളുടെ ക്രമം. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. ഇതാണ് ഈ ഒരു ഘട്ടങ്ങളുടെ ഒരു ഓർഡർ.
അടുത്ത ക്വസ്റ്റ്യൻ, മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞ് നിയമങ്ങളുടെ അതിർവരമ്പുകൾ മാറ്റിമറിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ കോൾബർഗിൻ്റെ സന്മാർഗ സിദ്ധാന്തമനുസരിച്ച് ഏത് ഘട്ടത്തിൽ നിൽക്കുന്നു? അപ്പം ഓപ്ഷൻ എ സാമൂഹിക സുസ്ഥിതി പാലനം, ഓപ്ഷൻ ബി അന്തർവൈയക്തിക സമന്വയം, ഓപ്ഷൻ സി സാർവജനീന സദാചാര തത്വം, ഓപ്ഷൻ ഡി സാമൂഹിക സുസ്ഥിതി പാലനം. ഇതിൽ മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞ് നിയമങ്ങളുടെ അതിർവരമ്പുകൾ മാറ്റിമറിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടുന്നതാണ് സാർവജനീന സദാചാര തത്വം. സാർവജനീന സദാചാര തത്വം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന കൂട്ടങ്ങളിൽ ഒരേ വിചാര മാതൃകയിൽ പെടുന്ന മനഃശാസ്ത്രജ്ഞർ ആരെല്ലാം? ഓപ്ഷൻ എ കോഫ്ക, കോഹ്ലർ, തോണ്ടേക്ക്, ഓപ്ഷൻ ബി എറിക്സൺ, ബന്ദുര, ടോൾമാൻ, ഓപ്ഷൻ സി വാട്സൺ, വില്യം ജെയിംസ്, വില്യം വുഡ്, ഓപ്ഷൻ ഡി പിയാഷെ, ബ്രൂണർ, വൈഗോഡ്സ്കി. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പിയാഷെ, ബ്രൂണർ, വൈഗോഡ്സ്കി. അടുത്ത ക്വസ്റ്റ്യനാണ്, ലാസ്റ്റത്തെ ക്വസ്റ്റ്യനാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഠന വൈകല്യത്തിൽ പെടുന്നത് ഏത്? പഠന വൈകല്യത്തിൽ പെടുന്നത് ഏത്? ഓപ്ഷൻ എ ആലേഖന വൈകല്യം, ഓപ്ഷൻ ബി ഉദ്വേഗ വൈകല്യം, ഓപ്ഷൻ സി സ്വഭാവ വൈകല്യം, ഓപ്ഷൻ ഡി ഉച്ചാരണ വൈകല്യം. ഇതിൽ പഠന വൈകല്യത്തിൽ പെടുന്നത് ഓപ്ഷൻ എ ആലേഖന വൈകല്യം അഥവാ റൈറ്റിംഗ് ഡിസോർഡറാണ് ആലേഖന വൈകല്യം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.